സമസ്തയുമായുള്ള തർക്കത്തിൽ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പാണക്കാട് കുടുംബമില്ലാതെ കേരളത്തിൽ ഒരു സമസ്തയുമില്ലെന്ന് PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. CPIM-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കവും വ്യക്തമാക്കി. തർക്കങ്ങൾക്കിടെ കോഴിക്കോട് സമസ്തയുടെ മുശാവറ യോഗം തുടരുകയാണ്. തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിന്റെ മിന്നും പ്രകടനത്തിന് പിന്നാലെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ രൂക്ഷ വിമർശനവുമായി PMA സലാം രംഗത്തെത്തിയത്. കണ്ണൂരിൽ ഉൾപ്പെടെ ഉമർ ഫൈസി മുക്കം സഹായിച്ചതുകൊണ്ടാകാം ഇടതുപക്ഷം വലിയ വിജയം നേടിയതെന്ന് സലാം പരിഹസിച്ചു. പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തി ഒരു സംഘടനയെക്കുറിച്ചും മുസ്ലിം സമൂഹം ചിന്തിക്കില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നതെന്നും PMA സലാം തുറന്നടിച്ചു. MV ജയരാജനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് കണ്ണൂരിൽ നിന്ന് കാറെടുത്ത് ഇവിടെ വരെ വന്ന് അദ്ദേഹം നന്ദി പറഞ്ഞു. ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ അദ്ദേഹം സഹായിക്കാതിരുന്നു വളരെ നന്നായി. കാരണം സമസ്ത ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം ആ തങ്ങന്മാരും ആ നേതൃത്വമൊക്കെ ഇല്ലാതെ എന്ത് സമസ്തയാണ് കേരളത്തിലുണ്ടാവുക? അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും നേതൃത്വം അവിടെ തന്നെയാണ്. അതേസമയം തർക്കങ്ങളിൽ ഒത്തുതീർപ്പിന് ശ്രമം നടക്കുന്നുണ്ടെന്നും ലീഗിൽ തിരുത്തൽ വേണമെന്നായിരുന്നു മുക്കം ഉമർ ഫൈസിയുടെ മറുപടി. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ഇടതനുകൂല നിലപാട് ഉമർ ഫൈസി തിരുത്തി. ലീഗുകാരോട് ചോദിക്കണം തിരുത്താൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ ചോദിക്കട്ടെ, അവിടെ പോയി ചോദിക്കണം. നമ്മൾ പറഞ്ഞത് ശരിയാണ്, നമ്മളന്ന് പറഞ്ഞ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം തന്നെയാണ്. അത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൾക്കാർ നടക്കുന്നുണ്ട്, അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കാനൊക്കെ പലരും ഇറങ്ങിയിട്ടുണ്ട്. തർക്കങ്ങൾക്കിടെ സമസ്ത മുഷാവറ കോഴിക്കോട് പുരോഗമിക്കുകയാണ്. വഹാബുദ്ദീൻ നദ്വിയുടെ വിമർശനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. റിപ്പോർട്ടർ, തിരൂർ.